അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത്. എന്താണ് പീസ് പബ്ലിക് സ്കൂൾ എന്നതിനെ കുറിച്ച് ഒരു ചെറിയ ഒരു വിവരണം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ജിദ്ദയിലെ എക്കാലത്തുമുള്ള ഒരു ആഗ്രഹമായിരുന്നു അവർക്ക് ഒരു സ്കൂള് തുടങ്ങുക എന്നുള്ളത്. ഈ അടുത്താണ് ആ ഒരു ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിലേക്ക് അതിന്റെ സൗകര്യങ്ങൾ ഒരുങ്ങിക്കിട്ടിയത്. ആ സൗകര്യങ്ങൾ ഇസ്ലാഹി സമൂഹത്തിന് കൈവന്ന സമയത്ത് ഒരു വലിയ ദൈവത്തിൽ നിന്നുള്ള ഒരു വലിയ അനുഗ്രഹം എന്നോണം നമ്മളുടെ സഹോദരൻ MM അക്ബർ തന്നെ നേതൃത്വം കൊടുക്കുന്ന പീസ് എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ, നമുക്കറിയാം മുഹമ്മദ് അക്ബർ നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഡയറക്ടറാണ്. നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ആ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ നടക്കുമ്പോൾ തന്നെ അദ്ദേഹം കഴിഞ്ഞ 4-5 വർഷങ്ങളോളമായി വിദ്യാഭ്യാസ രംഗത്ത് ഒരു ശക്തമായ ഇടപെടൽ എന്നോണം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളും കടന്നു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷന്റെ പേര് പീസ് എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ, കാലിക്കറ്റിൽ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ ഓർഗനൈസേഷൻ. അതിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് MM അക്ബർ. പീസ് എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നിടത്ത് വളരെ വ്യത്യസ്തമായ വ്യതിരിക്തമായ ചില സിസ്റ്റം അതിൻ്റെതായിട്ടുണ്ട്. ദീർഘകാലത്തെ അനുഭവത്തിന് ശേഷം നടത്തിയ പഠനങ്ങളുടെ ഫലമായി രൂപപ്പെടുത്തിയ ചില പ്രത്യേക സിസ്റ്റമാണ് പീസ് എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ ഉള്ളത്. അതിന്റെ മുദ്രാവാക്യം എക്സലന്റ് സെക്കുലർ എഡ്യൂക്കേഷൻ ഇൻ ഇസ്ലാമിക് എൻവയോൺമെന്റ് എന്നുള്ളതാണ്. വളരെ എക്സലന്റ് ആയിട്ടുള്ള സെക്കുലർ എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യുന്നത് വളരെ വ്യക്തമായ ഒരു ഇസ്ലാമിക് എൻവയോൺമെന്റ് സൃഷ്ടിച്ചുകൊണ്ടാണ്. അതായത് സെക്കുലർ എക്സലൻസ് വിദ്യാഭ്യാസം നൽകുന്നത് പ്രസ്തുത സ്കൂളിന്റെ ക്യാമ്പസ് അതിനെ തീർത്തും ഒരു ഇസ്ലാമൈസേഷനിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് ഈ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. പൊതുവെ ഒരുപാട് സ്കൂളുകളും വിദ്യാഭ്യാസ സംരംഭങ്ങളും നമ്മുടെ നാട്ടിലും ജിദ്ദയിലുമൊക്കെയുണ്ട്. സാധാരണ ഒരു രീതി അനുസരിച്ച് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഊന്നൽ നൽകാറുള്ളത് വെറും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വിദ്യാർത്ഥിയെ വെറും ഒരു പ്രൊഫഷണൽ ആക്കുന്നതിന് പകരം ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടുന്ന ഒരു ബാലൻസ്ഡ് എഡ്യൂക്കേഷൻ എല്ലാ തലത്തിലും ഒരു വേള ഏറെ സ്പിരിച്വൽ ഡെവലപ്മെന്റിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഒരു ബാലൻസ്ഡ് എഡ്യൂക്കേഷൻ, ഫിസിക്കൽ അടക്കം സ്പിരിച്വൽ ലെവലിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു കൺസെപ്റ്റാണ്, ഒരു സിസ്റ്റമാണ് പീസ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഉള്ളത്. എക്സലന്റ് കരിക്കുലർ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതോടൊപ്പം തന്നെ അതിനെ ഇസ്ലാമിക് എൻവയോൺമെന്റിൽ അത് നൽകുന്നത് ഒരുപാട് കോ കരിക്കുലർ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൂടെയാണ്. കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒരു ലീഡർഷിപ്പിലേക്ക് കടന്നു വരാൻ, ലീഡർഷിപ്പ് ക്വാളിറ്റി വിദ്യാർത്ഥിയിൽ അതിന്റെ ആരംഭം മുതൽ തന്നെ വളർത്തിക്കൊണ്ടുവരാൻ ഉതകുന്ന രീതിയിലുള്ള കോ കരിക്കുലർ സൗകര്യങ്ങൾ. ഉദാഹരണം, ഈ സ്കൂളിന്റെ പല സംവിധാനങ്ങളിൽപ്പെട്ടതാണ് റൈറ്റേഴ്സ് ക്ലബ്ബ്, സ്പീക്കേഴ്സ് ക്ലബ്ബ്, ഡിബേറ്റിംഗ് ക്ലബ്ബ്, അസ്ട്രോണമി ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, മാത്തമാറ്റിക്സ് ക്ലബ്ബ്, അങ്ങനെ തുടങ്ങി ഒരുപാട് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. വിദ്യാർത്ഥി ഇന്റർനാഷണൽ സിലബസിലൂടെ വിദ്യാഭ്യാസം നേടുമ്പോൾ ഈ വിദ്യാഭ്യാസത്തിന്റെ
യഥാർത്ഥമായ അതിന്റെ തത്വങ്ങൾ, ഉദാഹരണത്തിന് കുട്ടി അസ്ട്രോണമി പഠിക്കുന്നു. സാധാരണ അസ്ട്രോണമി പഠിക്കുമ്പോൾ ആ കുട്ടി അസ്ട്രോണമി ക്ലബിൽ മെമ്പർ ആവുകയാണ്. അതിലൂടെ ഈ ഈ സ്പേസിന്റെയും ഈ ഭൂമി ഇവിടുത്തെ പ്രപഞ്ച നക്ഷത്രാദികളുടെ പിന്നിലുള്ള സൃഷ്ടാവിനെ കുറിച്ച് കൂടി പഠനം നൽകുന്ന ഒരു അന്തരീക്ഷം. അതാണ് പലപ്പോഴും ഒരു കുട്ടിക്ക് ഇത്തരം ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. അത് നഷ്ടപ്പെടാതെ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ പോലും അതിൽ നൽകാൻ കഴിയുന്ന ദൈവികതയും അതിന്റെ ഇസ്ലാമിക മൂല്യങ്ങളും പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റ്. ഇത് യഥാർത്ഥത്തിൽ വെറും ഒരു സ്വപ്നമായി നിലകൊള്ളുന്ന ഒരു അവസ്ഥയിലല്ല ഇന്നുള്ളത്. ഇതൊരു സ്വപ്നം തന്നെയാണ്. പക്ഷെ ആ ഒരു സ്വപ്നം, ഒരു മുന്തിയ ആശയം ഇതിങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു അവസ്ഥയിലല്ല ഇന്നുള്ളത്. ഈ രംഗത്തുള്ള അതിന്റെ പ്രവർത്തനങ്ങളുമായി 4-5 വർഷം മുന്നോട്ട് നീങ്ങിയപ്പോ അതിന് 3-4 ഈ രൂപത്തിലുള്ള സ്കൂളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ആദ്യമായി 5 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയത് മാംഗ്ലൂരാണ്, മാംഗ്ലൂർ പബ്ലിക് സ്കൂൾ. അതുപോലെ തന്നെ കാസർഗോഡ് ഒരെണ്ണം, മറ്റൊന്ന് കോഴിക്കോട്, നിങ്ങൾക്ക് പലർക്കും അത് പരിചയമുണ്ടാവും. എറണാകുളത്തും അതുപോലെ കൊല്ലവും ലക്ഷദ്വീപിലും ഈ വർഷം സ്കൂളുകൾ തുടങ്ങുന്നു. അത് തുടങ്ങുമ്പോൾ ഈ 5 യൂണിറ്റുകളായി ഇതിന്. ഇവിടെ ജിദ്ദയില് പീസ് എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷന്റെ 1ാമത്തെ ഇന്റർനാഷണൽ യൂണിറ്റ് ആണ്. അത് ഇന്ത്യക്ക് പുറത്തേക്ക് വരുന്ന ആദ്യത്തെ ഒരു സംരംഭമാണ് ജിദ്ദയിൽ തുടങ്ങുന്നത്. പീസ് എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷന്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഈ ഇത്തരം സ്ഥലങ്ങളിലുള്ള താല്പര്യമുള്ള ആളുകളെ, ബിസിനസ് ആളുകളെ, അതല്ലെങ്കിൽ ഇതിനെ ഫൈനാൻസ് ചെയ്യാൻ കഴിയുന്ന ആളുകളെ, ഗ്രൂപ്പ് ഓഫ് ആളുകളെ, ഓർഗനൈസേഷനെ സമീപിക്കുകയും അവരെ ഇത്തരമൊരു വിദ്യാഭ്യാസ കൺസെപ്റ്റിലേക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും അങ്ങനെ അവരത്തരം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ട ഫൈനാൻസിങ്ങിന് തയ്യാറാവുന്ന സമയത്ത് അവിടെ പീസ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ചെയ്യുന്നത് ഈ ഒരു എക്സലന്റ് കരിക്കുലർ എഡ്യൂക്കേഷൻ ഇസ്ലാമിക് എൻവയോൺമെന്റ് ഒരു ഉത്തരവാദിത്ത റെസ്പോൺസിബിലിറ്റി പീസ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, ഈ വിദ്യാഭ്യാസ സംരംഭം കെട്ടിപ്പടുക്കുന്നിടത്ത് വേണ്ടുന്ന ഫൈനാൻസിങ്, അതുപോലെ തന്നെ മറ്റ് ടാഞ്ചിബിൾ ആയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ഈ ഗ്രൂപ്പ് ചെയ്യുന്നത്. പീസ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ റോൾ എന്ന് പറയുന്നത് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടുന്ന ഇന്റലക്ച്വൽ പാർട്ട്, അക്കാദമിക് ട്രെയിനിങ്, റിക്രൂട്ടിംഗ്, മെന്റിംഗ് ടീച്ചേഴ്സ് എന്ന് തുടങ്ങി അതിന്റെ സോഫ്റ്റ് പാർട്ടുകൾ കംപ്ലീറ്റ് മുഴുവനായും ആദ്യം മുതൽ സ്ഥിരമായി അത് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതും പീസ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ അതിന്റെ ടീമായിരിക്കും. ഇങ്ങനെ ഒരു ഫൈനാൻസിംഗ് ഗ്രൂപ്പിന്റെയും ഒരു പീസ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെയും ഒരു ജോയിന്റ് വെഞ്ചർ ആയിക്കൊണ്ടാണ് ഈ കേരളത്തിൽ 5 സ്ഥാപനങ്ങളും നടക്കുന്നത്. ആ ഒരു രീതി അനുസരിച്ച് തന്നെയാണ് ഇവിടെ ജിദ്ദയിലും ഇത് നടക്കുന്നത്. ഇസ്ലാമി സമൂഹത്തിൽ നിന്നുള്ള വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ പങ്കാളിത്തമാണ് ഇതിന്റെ ഫൈനാൻസിംഗ് രംഗത്തുള്ളത്. ബിസിനസ് തൽപരരായിട്ടുള്ള ഏതാനും ചില വ്യക്തികളുടെ പങ്കാളിത്തമല്ല. ഒരു സമൂഹത്തിന്റെ മൊത്തം ഒരു കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ഫൈനാൻസിംഗ്, ആ രംഗത്തുള്ള ഒരു ഇൻവോൾവ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇത് ഫൈനാൻസ് ചെയ്യുന്നത്. അവർ ഫൈനാൻസ് ചെയ്യുന്നു. പീസ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള ടാഞ്ചിബിൾ സൗകര്യങ്ങൾ, ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ടീച്ചേഴ്സ്, മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഒരുക്കി കൊടുക്കുകയാണ്. അതിന്റേതായ സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്തുകൊണ്ട് പീസ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനാണ് അതിനുള്ള സിലബസുകൾ, അതിന്റെ അക്കാദമിക് സിസ്റ്റങ്ങൾ, ടീച്ചേഴ്സിന്റെ റിക്രൂട്ട്മെന്റ്, അവർ ഇന്റർവ്യൂ, ട്രെയിനിങ്, ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ഒരു വലിയ ഒരു പർപ്പസ്, ഈ ജോയിന്റ് വെഞ്ചറിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അക്ബർ സാഹിബ് ഈ ഒരു സന്ദർശനാർത്ഥം ഇന്ന് ഇപ്പോൾ ജിദ്ദയിലെത്തിയിട്ടുള്ളത്.